ഈ കാഴ്ചകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിന്റെ കൺമുന്നിലൂടെയും. രാഹുലെ ഏതൊക്കെ കടന്നുപോയി, തൊട്ടു മുമ്പിൽ ഏതൊക്കെ കാഴ്ചകളാണ്? കോൽക്കളി കടന്നുപോയി. അങ്ങനെ നമുക്ക് ഈ കളരിയാണ് ഇപ്പോൾ എൻ്റെ തൊട്ടു മുന്നിൽ കളരി അഭ്യാസമാണ് നടക്കുന്നത്. അങ്ങനെ കേരളത്തിലെ സാംസ്കാരികത അത് അതിരുകളില്ലാതെ തൊട്ടു മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്, മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരംകാരോട് നിങ്ങളുടെ ഓണം എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ കൊല്ലത്ത് നിന്നെത്തി തിരുവനന്തപുരത്തുകാരെ ഓണം എങ്ങനെ അവസാനിക്കുമെന്ന് ചോദിച്ചാൽ അത് വീടുകളിലാണെന്ന് അവർ പറയില്ല, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലാണെന്ന് പറയില്ല. അത് ഞങ്ങളുടെ ഓണം അവസാനിക്കുന്നത് റോട്ടിലാണ്, തലസ്ഥാനത്തെ ഈ നിരത്തുകളിലാണ്, ഈ വർണ്ണക്കാഴ്ച കണ്ടുകൊണ്ടാണ് എന്നവർ ആവർത്തിച്ച് പറയും. കഴിഞ്ഞ വർഷം അവർക്ക് ഈ അവസരം കിട്ടിയില്ല, ഇന്ന് അവർ ആ അവസരം ആവോളം ആസ്വദിക്കുകയാണ്, ആവോളം ഉപയോഗപ്പെടുത്തുകയാണ് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ദിവി സൂചിപ്പിച്ചതുപോലെ ഈ ആനവട്ടം, വെഞ്ചാമരം, താലി, പീലി, നെറ്റിപ്പട്ടം, അങ്ങനെ ഏതൊക്കെ പാട്ടുകൾ ഓർത്താൽ, ആഘോഷവുമായി ബന്ധപ്പെട്ട ഏത് പാട്ടിൻ്റെ വരി ഓർത്താലും അതെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്ന് അത്ഭുതപ്പെടുന്ന തരത്തിൽ, നമ്മളെ ആകർഷിക്കുന്ന തരത്തിൽ ഈ കാഴ്ചകൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. കേരളത്തിൻ്റെ ഏത് ഭാഗവുമായിട്ട്, കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കലാരൂപവുമാകട്ടെ, അത് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതം ഇത് ഞാൻ കാണണമെന്ന് കരുതുകയാണല്ലോ. ഒരു മിനിറ്റ് മാത്രമല്ല, ഒരു മിനിറ്റ് താഴെ മാത്രമേ നിങ്ങൾക്ക് കാഴ്ച അനുഭവം കിട്ടൂ. കാരണം നടന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രമാത്രം ഹ്രസ്വമായ അനുഭവത്തിനാണ് ഈ മനുഷ്യർ കാത്തു നിൽക്കുന്നത്. ഏതാണ് നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഇതല്ലേ, അല്ലെങ്കിൽ തൊട്ടിപ്പുറത്ത് വന്നതല്ലേ എന്ന് പറയുന്നു. നേരത്തെ ദിവി സൂചിപ്പിച്ചതുപോലെ ഈ കലാകാരന്മാരായി നമുക്ക് പരിചയമുള്ള മുഖങ്ങൾ കൂടി വരുന്നു. അവർക്ക് കൂടി ഇത്തരത്തിൽ ആളുകൾ കൈയുയർത്തി കാണിക്കുന്നു. അവരുടെ സന്തോഷം കൂടി നമ്മൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഫ്ലോട്ടുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഈ പറയുന്നത് പോലെ ഏതാണ് പ്രിയപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ കുറേ ലിസ്റ്റ് എഴുതി വെച്ചുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. പലതരത്തിലുള്ള നൃത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞു, ഫിഷ് ഡാൻസ് ഉണ്ട്, ഉലക്ക ഡാൻസ് ഉണ്ട് എന്നൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. ഏറ്റവും ആദ്യം ഞാനും അനന്തകൃഷ്ണനോട് നടന്നു വന്നപ്പോൾ വിളക്കാട്ടം കണ്ടു. വിളക്കാട്ടം മധ്യ കേരളത്തിൽ മാത്രമുള്ളതാണ്. കൊച്ചുകുട്ടികൾ വരെ തലയിൽ ഈ വിളക്ക്, രണ്ട് തട്ടുള്ള വിളക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് അത്രമാത്രം ശ്രദ്ധയോടുകൂടി പരിശീലനത്തോടെ കളിക്കുന്ന ആ നൃത്തം ആദ്യമായിട്ട് ഈ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ കാണുന്നത്. അങ്ങനെ നമുക്കറിയാത്ത കേരളത്തിന്റെ സാംസ്കാരിക തലം കൂടി നമ്മൾ അറിയുകയാണ്, ആ കാഴ്ച കൂടി കാണുകയാണ്. അതാണ്ട് ഒരു കല്യാണം, സഞ്ചരിക്കുന്ന കല്യാണ റിസപ്ഷനാണ് കടന്നു പോകുന്നത്. കണ്ടില്ലേ, ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ചിരി നമുക്ക് കാണാം. എന്തായാലും ഇത് KTDCയുടെ ആണ്. നമുക്ക് ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെ ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇതേ സന്തോഷം, അവർ നമ്മളെ നോക്കി ചിരിക്കുന്ന സന്തോഷം തന്നെയാണ് കാണാൻ കഴിയുന്നത്. പാലിയേറ്റീവ് കെയർ ഗ്രിഡിൻ്റെ ഫ്ലോട്ട് കടന്നു പോകുന്നു. അങ്ങനെ ഒന്ന് കണ്ണെടുത്താൽ നിങ്ങൾക്ക് കാഴ്ച നഷ്ടമാകുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ക്ഷീണിച്ചു പോയല്ലോ, നിന്ന് കാല് കഴിച്ചല്ലോ എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും കാഴ്ചാനുഭവം ആ ചിന്തയെ മറികടന്നുകൊണ്ട് ഇത് കൊള്ളാമല്ലോ എന്ന് നമ്മളെ പറയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് ഓരോ ഫ്ലോട്ടുകൾ കൊണ്ടുവരുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദിവിഷ. നമ്മുടെ ഈ വെളിച്ചം മങ്ങി തുടങ്ങി. ഇനി തലസ്ഥാനത്തിന്റെ അനുഭവമായ നവ്യസുന്ദരമായ വെളിച്ചത്തിലേക്ക് തലസ്ഥാനം ഇന്നലെ വരെ കടന്നതുപോലെ കടക്കുകയാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. മുൻപ് മരത്തിൽ ഇങ്ങനെ തൂങ്ങി ആടുന്ന ദീപാലങ്കാരങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ അതിന് തൊട്ട് താഴെ സഞ്ചരിക്കുന്ന ദീപാലങ്കാരങ്ങൾ, സഞ്ചരിക്കുന്ന തിളങ്ങുന്ന അത്രമാത്രം നവ്യമനോഹരമായ കാഴ്ച കടന്നു പോകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എന്തായാലും പലതരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത്, ആവേശോജ്വലമായ പാട്ട് കടന്നു പോവുകയാണ്, ഓണപ്പാട്ട് കടന്നു പോവുകയാണ്. എന്തായാലും തൊട്ട് പിന്നാലെ മാവേലി ഉണ്ട്. എത്ര പേരെ കൈ കാണിക്കും എന്നുള്ള ആ ഒരു ആശങ്കയിലായിരിക്കും. എന്തായാലും കുറെ മനുഷ്യരെ അദ്ദേഹം വിട്ടുപോകും. ഇവിടെ നോക്കുമ്പോൾ അപ്പുറത്ത് കാത്തിരിക്കുന്ന മനുഷ്യരെ വിട്ടും. അത്രമാത്രം ജനനിബിഡമായി രണ്ട് വശങ്ങളിലും അതിരുകൾ തീർത്തുകൊണ്ട് ഒത്തു നടുക്കുകൂടി ഈ കാഴ്ച മനോഹാരിത കടന്നു പോവുകയാണ്. ഇതാ ഭാഗ്യം കൊണ്ടുവരുന്ന ഭാഗ്യത്തിന്റെ ഫ്ലോട്ട് കടന്നു വരികയാണ്. ഭാഗ്യക്കുറിയുടെ ഫ്ലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല വകുപ്പുകൾ അവർക്കുണ്ടായ നേട്ടങ്ങൾ ഫ്ലോട്ടിലൂടെ കാണിക്കുകയാണ്. അതിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ആ നേട്ടം അനുഭവിച്ച മനുഷ്യരായിരിക്കും, നേട്ടം കൊടുക്കുന്ന മനുഷ്യരായിരിക്കും. എന്തായാലും ഇവരെല്ലാം കാണുമ്പോൾ ഇവർക്കുണ്ടാകുന്ന സന്തോഷം അത് വളരെ മനോഹരമാണ്. ഇതാ ലോട്ടറി ഭാഗ്യം, ഈ ഭാഗ്യം നമ്മൾ പലതവണ ചർച്ച ചെയ്യാണ്. ഈ ഭാഗ്യക്കുറി നറുക്കെടുപ്പിന് നമ്മൾ റിപ്പോർട്ടിങ്ങിന് പോകുന്നതാണ്. ആ ഭാഗ്യക്കുറി നറുക്കെടുപ്പിന്റെ ഫ്ലോട്ട് മുന്നിലൂടെ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ ഭാഗ്യക്കുറി വിറ്റ് ജീവിതം കൊണ്ടുപോകുന്നവരെ കൂടി പ്രതീകാത്മകമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ നിരവധി മനുഷ്യർ, ഒരുപക്ഷെ ആ മനുഷ്യനും ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നതാകും എന്ന് കരുതുന്നു. എന്തായാലും അങ്ങനെ നിരവധി ആളുകൾക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ ഇന്നത്തെ ഈ നഗരത്തിന്റെ നടുക്കൂടി കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. കാരണം നമ്മളെ മാത്രം ആളുകൾ ശ്രദ്ധിക്കുക, നമ്മൾക്ക് കൈ തരിക, നമുക്ക് ഒരു പുഞ്ചിരി തരിക, നമ്മളെ കൈ കാണിക്കുക എന്ന് പറഞ്ഞ ആ മനുഷ്യർക്കുള്ള സന്തോഷം, ഇത് കാണുമ്പോൾ ഇവിടെ രണ്ട് വരികളായി നിൽക്കുന്ന മനുഷ്യരുടെ സന്തോഷം, ഇതെല്ലാം ഏകോപിപ്പിച്ച് ഇതെല്ലാം കടന്നു പോകുമ്പോൾ ഏകോപനത്തിന് പിന്നിൽ നിന്ന ആളുകളുടെ സന്തോഷം, ഒപ്പം ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ആവേശവും സന്തോഷവും. കാരണം നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ഒരു മിനി കേരളത്തിനാണ്, കേരളത്തിന്റെ സംസ്കാരത്തിനാണ്. ഒരുപക്ഷെ നമ്മൾ
നമ്മൾ ഒരു മാസം എടുത്ത് യാത്ര ചെയ്താലും കാണാൻ കഴിയാത്ത അത്രമാത്രം സാംസ്കാരിക ചിത്രങ്ങൾ, സാംസ്കാരിക അടയാളങ്ങൾ കണ്ടുപോകാൻ കഴിയും ഇവിടെ നിന്നാൽ. ഈ കനകക്കുന്നിന്റെ ഭാഗത്ത് നിന്നാൽ, അല്ലെങ്കിൽ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്നാൽ, വെള്ളയമ്പലം ഭാഗത്ത് നിന്നാൽ നമുക്ക് കേരളത്തെ മുഴുവൻ കാണാൻ കഴിയും. സംശയങ്ങൾ ബാക്കി കൊണ്ടുപോകാൻ കഴിയും. ഇതേത് കലാരൂപമാണെന്ന സംശയം ബാക്കി കൊണ്ടുപോയി അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയും. അത് കൂടുതൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹ്രസ്വമായ കാഴ്ചയാണ്. ആ ഹ്രസ്വമായ കാഴ്ചയിൽ എത്രമാത്രം മനോഹാരിതയുണ്ട്. ഹ്രസ്വമായ കാഴ്ചകളാണ് പലപ്പോഴും മനോഹരമാണെന്ന് പറയുക. അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെയുള്ളത്. കാരണം 1 മിനിറ്റ് താഴെയാണ് ഓരോ ഫ്ലോട്ടും കടന്നു പോകുന്നത്. പെട്ടെന്ന് എല്ലാ കാഴ്ചയും കണ്ടു തീർക്കാൻ കഴിയില്ല. ഓരോന്ന് പിന്നാലെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെയും കാണാൻ വേണ്ടി എല്ലാ മനുഷ്യരും അവരുടെ കയ്യിൽ ഫോണുകൾ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഓണം പ്രമാണിച്ച് ഈ ഫോണിന്റെ ഒക്കെ മെമ്മറിയൊക്കെ അവർ ക്ലിയർ ചെയ്തിട്ടായിരിക്കും വരിക. കാരണം ഈ ഫ്ലോട്ട് മുഴുവൻ എടുക്കണമെങ്കിൽ തന്നെ, വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ എത്രയോ മണിക്കൂറുകൾ അവർക്ക് ഈ ഫോണുമായി നിൽക്കണം. അതിനൊന്നും അവർക്ക് മടിയില്ല. ഇവിടെ 2 മണിക്ക് വന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. പിന്നെയാണോ ഈ നല്ല കാഴ്ചകൾ പകർത്താൻ മടി എന്ന മറുചോദ്യമായിരിക്കും അവർക്കുള്ളത്. കൊച്ചു കുട്ടികൾ വരെ ആവേശോജ്വലമായി എല്ലാ ഫ്ലോട്ടിനും കൈ കാണിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ മാവേലിമാർക്ക്, കടന്നു പോകുന്ന മാവേലിമാർ എങ്ങനെ കൈ കാട്ടാതിരിക്കും എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ആ ചോദ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇവർ കടന്നു പോകുന്നത്. ആയുർവേദ ചികിത്സ റോഡിലൂടെ എങ്ങനെയാണ് ഈ ചികിത്സ എന്ന് കാട്ടിത്തരികയാണ്. അങ്ങനെ ഈ ചികിത്സയാകട്ടെ, സേവനമാകട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതെല്ലാം നമ്മുടെ മുന്നിലൂടെ സഞ്ചരിക്കുകയാണ്. ഇതിങ്ങനെയാണെന്ന് കാട്ടിത്തരികയാണ്. എന്തായാലും അങ്ങനെ ഓരോ നിശ്ചല ദൃശ്യങ്ങളായി, അല്ലെങ്കിൽ ചലിക്കുന്ന ദൃശ്യങ്ങളായി ഒക്കെ കടന്നു പോവുകയാണ്. ഈ കാഴ്ച നുകരാൻ ഞങ്ങൾ എത്തിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഓണം, എന്താണ് ഓണം മൂഡ്, അല്ലെങ്കിൽ എന്താണ് ഓണത്തിന്റെ വൈബ് എന്ന് ചോദിച്ചാൽ അതിന് മറ്റു മറുപടിയില്ല. അപ്പോൾ ഇങ്ങനെ തന്നെയാകണം ഓണം അവസാനിക്കേണ്ടത്. അത് തലസ്ഥാനത്തിന്റെ ഭാഗ്യമായി കരുതുന്നു, തലസ്ഥാനത്ത് എത്തിയവരുടെ ഭാഗ്യമായി കരുതുന്നു. കാരണം കേരളത്തെ മുഴുവൻ ഒരു റൗണ്ട് അവർക്ക് കാണാൻ കഴിയുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ ഒരു പോയിന്റിൽ കാത്തു നിന്നാൽ കേരളത്തിന്റെ ഒരു മുഴുവനായ ചിത്രം അവർക്ക് കാണാൻ കഴിയുന്നു. എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്ത് വേണം ഈ ഓണം അവസാനിക്കാൻ എന്നുള്ള ചോദ്യവുമായി നിൽക്കുകയാണ്. എന്തായാലും മനുഷ്യന്മാരാണ് അവർ. സൂര്യപ്രകാശത്തോടുകൂടി ഫ്ലോട്ടുകൾ കൂടുതൽ മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുകയാണ്. എല്ലാ ഫ്ലോട്ടുകളും നല്ല പ്രകാശ സംവിധാനങ്ങളോടുകൂടി അടിപൊളിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ രസമുള്ള കാഴ്ചകൾ ഇനിയാണ് കാണാനിരിക്കുന്നത്.